ഹലോ, ഗുഡ് ഈവനിങ്. ഇതൊരു സാധാ വ്ളോഗാണ്. അതായത് ഒരു ഈവനിങ് വ്ളോഗ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. നാളത്തേക്കുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തു വെക്കാം. ഈവനിങ് ഒരു കുറച്ച് സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി വെക്കാം, എന്തെങ്കിലും കഴിക്കാൻ. നാളത്തേക്ക് ഒരു കറിയും കൂടി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഞാനും ഹസ്ബൻഡും പുറത്ത് പോകും. അപ്പോൾ അമ്മ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊരു സഹായമാകും. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് 2.5 മാസമായി. ഇതിൽ തന്നെ കൂടുതലും അറിയാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വന്നില്ലെങ്കിലും നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് മുന്നോട്ട് വരും. പിന്നെ ഇതിലെൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ടേ. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോഴേ അത് എല്ലാവർക്കും ഇഷ്ടത്തോടെ ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ട്. ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ മനുഷ്യൻ പലവിധമാണെന്ന് നമുക്കറിയാലോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതായത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ, ഒരാളെ ഉപദ്രവിക്കാതെയും ദ്രോഹിക്കാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇഷ്ടത്തിനുള്ള ജോലികൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ് യൂട്യൂബ് നമുക്ക് തരുന്നത്. അപ്പോൾ അവസരം മുതലാക്കി നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതായത് ആർക്കും ദ്രോഹമില്ലാതെ ചെയ്യുക. ഇങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അതായത് ഒരാളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതൊക്കെ കണ്ടിട്ട് നല്ല മാറ്റങ്ങൾ വരുന്നവരുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടല്ല, ഞാൻ ഒരു 3-4 വർഷം മുന്നേ യൂട്യൂബ് അതായത് കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു 4-5 വർഷം മുന്നേ. അപ്പോൾ അതിൽ ഒത്തിരി ഇതുപോലുള്ള ഹൗസ് വൈഫുകളെ കണ്ടിട്ട് എനിക്ക് ഇതുപോലെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ ചെയ്താൽ ശരിയാവുമോ, എനിക്കതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ലേറ്റായി പോയി. പക്ഷേ ഈ മറ്റുള്ളവർ ആരും തന്നെ ഒരു ഹെൽപ്പ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വരില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ സന്തോഷം കളയുന്നത്? അപ്പോൾ നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. അത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇതിന് മുന്നത്തെ ഒരു ഷോർട്സിലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹൗസ് വൈഫായി ഇരിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ലേ. അപ്പോൾ ഒരു ജോലിയുള്ള സ്ത്രീക്ക് കിട്ടുന്ന ഒരു അംഗീകാരവും ഒരു ഹൗസ് വൈഫിന് ഒരിക്കലും കിട്ടില്ല. ഇനി അത് എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ഹൗസ് വൈഫാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരു വാല്യൂ ഒരു ആൾ കൊടുക്കാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർ, അത് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങി നമ്മുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിൽ പിന്നെയും കാണാം. ബൈ.